CPM ദയനീയമായ പരാജയം നേരിട്ടത് പരിശോധിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ നേരിട്ട പരാജയത്തെ ചർച്ച ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമായി മാറി. 10 വർഷത്തെ ഭരണം നേതാക്കൾക്ക് ഇനിയും ജയിക്കുമെന്ന തോന്നലുണ്ടാക്കിയതാണ് പ്രധാന വീഴ്ച. പാർട്ടി വിട്ടുപോയവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച ഭരണപക്ഷത്തെ ആളുകളുടെ ഭാഗത്ത് തന്നെ എന്നുള്ളത് വ്യക്തമാണ്. CPIയും CPMും തന്നെ ഇപ്പോൾ സഹകരിക്കാൻ വയ്യാത്ത വിധത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 1-2 സീറ്റ് അല്ല നഷ്ടമായിരിക്കുന്നത്, ദയനീയമായ രീതിയിൽ 35 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെ ഭരിച്ച മന്ത്രിമാർ 8 നിലയിൽ പൊട്ടി. തലസ്ഥാന നഗരിയിൽ തന്നെ CPM കോട്ടയായ നേമം, കഴക്കൂട്ടം വരെ വിട്ടുപോയി. കണ്ണൂരിൽ വിമതർ ജയിക്കുകയും പാർട്ടിക്കാർ തോൽക്കുകയും ചെയ്തു. തലനാരിഴയ്ക്ക് പിണറായി വിജയൻ ജയിച്ചു. അതുകൊണ്ട് പ്രതിപക്ഷം ഏൽക്കാൻ ഒരാളായി. തർക്കങ്ങൾ പാർട്ടിയിലും തുടരുകയാണ്. ഇനിയും ഭരണമേൽപ്പിച്ചാൽ തോൽവി ആവർത്തിക്കുമെന്നും പ്രതിപക്ഷത്ത് മറ്റൊരാൾ വരണമെന്നുമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പറയുന്നത്. ഏകാധിപത്യ ഭരണം അതായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം കണ്ടത്. സ്വർണ്ണക്കടത്തും സ്വർണ്ണക്കൊള്ളയും അഭിപ്രായം ചോദിക്കാതെ തീരുമാനമെടുക്കലും മാധ്യമങ്ങളെ കാണുന്നതേ വെറുപ്പ്, പ്രവർത്തകരോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറയുക തുടങ്ങി തിരുവായ്ക്ക് എതിർവായില്ലാത്ത സംസാരം. നഗരസഭയിൽ യുവത്വം തുളുമ്പുന്ന മേയറും ഭർത്താവും കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് ജനം മറുപടി കൊടുത്തിട്ട് പോലും പൊതുജനത്തെ കാര്യമാക്കിയെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇവരെ വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അതിന് കാരണക്കാരായവർ ഇനിയും പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ഇനിയും ഇടതുപക്ഷം ഭരണത്തിൽ വേണ്ട എന്ന് ജനങ്ങൾ വിധി എഴുതും.